ക്രിപ്റ്റോയിൽ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യാറുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുക. ട്രംപ് നടത്തിയ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് 20x 30x ലോങ് ഒക്കെ നിങ്ങൾ പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഈ 2 മാസങ്ങൾ കൊണ്ട് ലിക്വിഡേറ്റ് ആയി പോയിട്ടുണ്ടാകും. ക്രിപ്റ്റോ റിസർവ് അനൗൺസ് ചെയ്തതല്ലാതെ അതിൻ്റെ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ US ഗവൺമെൻറ് എങ്ങനെയാണ് ക്രിപ്റ്റോ അക്യുമുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്നോ പിന്നീട് ഒരു അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ക്രിപ്റ്റോ മാർക്കറ്റ്സ് എൻ്റയർലി ഇപ്പോൾ ന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോങ് ടൈമിലേക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഒന്നും ആരും ഓപ്പൺ ചെയ്യാതിരിക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഹണ്ട് ചെയ്യപ്പെടും. അങ്ങനെ ക്രിപ്റ്റോ മാർക്കറ്റ്സ് എല്ലാം ഓൾറെഡി ബ്രോക്ക് ആയിട്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് ടാരിഫ് അനൗൺസ് ചെയ്യുന്നത്. ടാരിഫിന് പുറകെ റെസിപ്രോക്കൽ ടാരിഫ്സും ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു ട്രേഡ് വാർ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആഴ്ചകളോളം നീണ്ടു നിന്നേക്കാം, ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം. അതൊന്നും നമ്മുടെ കയ്യിലല്ല. സോ ഫ്യൂച്ചേഴ്സിൽ പൊസിഷൻസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളവർ ബ്രേക്ക് ഈവനിൽ വെച്ച് തന്നെ അത് ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി സേഫ് ആയിട്ട് വെക്കുക. ഒരു ട്രേഡ് വാർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഉണ്ടാക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ട്രംപിൻ്റെ ഇനാഗുറേഷന് ശേഷം US സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയി പോയിട്ടുള്ളത് $10 ട്രില്യൺ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ റിസ്കി ആയിട്ടുള്ള അസറ്റ്സിൽ നിന്ന് സെൽ ഓഫ് ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം തന്നെ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോൾഡ് മാത്രം മേലേക്ക് വന്നത് നമുക്ക് കാണാം. ക്രിപ്റ്റോ മാർക്കറ്റ്സ് റിസ്കി ആയതുകൊണ്ട് തന്നെ ട്രംപ് റിസർവിൽ അനൗൺസ് ചെയ്ത കോയിൻസ് അടക്കം പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് കോയിൻസിന്റെ പ്രൈസ് വളരെ കുറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു ഡിപ്പ് യൂട്ടിലൈസ് ചെയ്ത് ഈ കോയിൻസ് ഒക്കെ സ്പോട്ടിൽ ബൈ ചെയ്ത് വെക്കുക. സ്പോട്ടിൽ കോയിൻസ് ബൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് DCA ചെയ്ത് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.